നമസ്കാരം. മസൂർ ഡാൽ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന 4 വ്യത്യസ്ത ഡാൽ വിഭവങ്ങൾ നമുക്കിന്ന് കാണാം. ഇത് ഓരോ റെസിപ്പി ഉണ്ടാക്കാനും 10 മിനിറ്റിൽ താഴെ മാത്രം മതി. ഇതിൽ ആദ്യത്തേത് തനി നാടൻ പരിപ്പ് കറി, കൂടാതെ 3 നോർത്ത് ഇന്ത്യൻ ഡാൽ റെസിപ്പികളും. ബട്ടർ ഡാൽ, സുഖ ഡാൽ മെത്തി, ഡാൽ പാലക്. ഇവിടെ ഏകദേശം 1.5 കപ്പ് മസൂർ ഡാലുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ 4 വെറൈറ്റി ഡാലുകൾ ഉണ്ടാക്കാൻ പോകുന്നത്. വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡാലിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, സവോള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, 2 തക്കാളി അരിഞ്ഞെടുത്തത്. ആദ്യത്തെ വിസിൽ തന്നെ നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കുക്കർ ഡീപ് പ്രഷറൈസ് ചെയ്തെടുക്കാം. കാരണം മസൂർ ഡാൽ 3-4 മിനിറ്റ് മാത്രം വെന്താൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ആദ്യത്തേത് ചേമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു നാടൻ പരിപ്പ് കറി. ഇവിടെ ഒരു ഇടത്തരം ചേമ്പ് പുഴുങ്ങിയത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 സ്പൂൺ തേങ്ങ, ഉള്ളി, മുളക്, ജീരകം എല്ലാം കൂടെ നമ്മൾ അരച്ചെടുക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് കടുക് വറക്കുന്നത്. കടുക് വറക്കുന്ന കൂടുതൽ ഒരല്ലി വെളുത്തുള്ളി അരിഞ്ഞതിൻ്റെ ഉണ്ട്. മഞ്ഞൾ, ചേമ്പ്, ഉപ്പ്, ഇനി അരച്ചെടുത്ത് വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് എന്തുമാത്രം കുറുകിയിരിക്കണോ അല്ലെങ്കിൽ ലൂസായിട്ടിരിക്കണോ അതിനനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. തനി നാടൻ ചേമ്പ് ചേർത്ത പരിപ്പ് കറി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും ഉണ്ണാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ബട്ടർ ഡാൽ. ഒരു 3-4 കുരുമുളക്, ജീരകം, ഒരു വറ്റൽമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, ഒരു 2 പിഞ്ച് മുളക് പൊടി, ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി.
സെർവിങ് ബൗളിലേക്ക് മാറ്റി അതിന് മുകളിൽ അല്പം ബട്ടറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ബട്ടർ ഡാൽ എന്ന് പറയുന്ന ഡിഷ് നമുക്ക് റെഡിയായി. അടുത്ത കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡാൽ റെസിപ്പി. ഇതിന് സുഖ ഡാൽ മെത്തി എന്ന് പറയും. ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് മേത്തി അല്ലെങ്കിൽ ഉലുവയുടെ ഇലയാണ് നമ്മൾ ചേർക്കുന്നത്. ഈ ഉലുവ ഇല്ലെങ്കിൽ നമുക്ക് ഇതിലും ടേസ്റ്റാണ് മുരിങ്ങ ഇല ചേർക്കുകയാണെങ്കിൽ. ഇനി ഏതലയാലും നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്ക് നെയ്യിൽ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇനി ഡാലും ചേർത്ത് നല്ലപോലെ ഡ്രൈ ആയിട്ട് വരുന്നവരെ നമുക്കിത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യും ചേർക്കാം. ഇത് ഡ്രൈ ആണ്, അതേസമയം തന്നെ അല്പം നെയ്യിൽ കുതിർന്നുമാണ് ഇരിക്കുന്നത്. ഈ ഒരു സുഖ ഡാൽമെത്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അടുത്ത ഡാൽ പാലക്. കുരുമുളക്, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, മഞ്ഞൾ, വറ്റൽമുളക്, സ്പിനച്ച് നല്ല ഡ്രൈ ആകുന്ന വരെ വഴറ്റിയെടുത്തിട്ട് നമുക്ക് പരിപ്പ് ചേർക്കാം. അല്പം വാളംപുളി ചേർത്ത വെള്ളം, കൂടാതെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ച് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാൽ പാലക് റെഡിയായി.
അങ്ങനെ മസൂർ ദാൽ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റിയായ 4 വെറൈറ്റി ഡിഷസ് ആണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആകാം, കമൻറ്റ് ആകാം. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.